ഏകദേശം ഒരു വർഷത്തോളം ആയി തോന്നുന്നു ഞാനൊരു വാട്ടർ 18 ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ആസ് എ പ്രഗ്നന്റ് വുമൻ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ആയിരിക്കും ഞാൻ ഒരിക്കലും പറയുന്നില്ലേ, ചില ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ബോം വാട്ടർ കുടിച്ചു. അത് കഴിഞ്ഞ് ജിജുവേട്ടനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു കേട്ടോ. ഇത് സോക്ക് ചെയ്ത ആൽമണ്ട്സും വാൾനട്ട്സും ആയിരുന്നു. പിന്നീട് ഒരു 8:30 ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. മൾട്ടിഗ്രെയിൻ ദോശയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ചട്നി ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം സപ്ലിമെന്റ്സ് എടുത്തു. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പൊമഗ്രനേറ്റ് കഴിച്ചു. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മക്കാന എടുത്ത് കഴിച്ചു, കാരണം ലഞ്ച് കുറച്ച് ലേറ്റ് ആവുമായിരുന്നു. ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയിരുന്നത് ചോറും സാമ്പാറും പിന്നെ ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു, പയറും മെഴുക്കോട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിലൂടെ കുറച്ച് മാത്രം ഓട്സിന്റെ ചിപ്സ് എടുത്തിട്ടുണ്ട് കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ സൈഡിൽ കഴിക്കാൻ. ഇന്ന് മോക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ സ്നാക്ക് ടൈമിന് ഞാൻ മുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് മോളെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടാക്കി, അവിടുന്ന് ടൈക്കോണ്ടോ ക്ലാസ്സിന് കൊണ്ടാക്കി. പിന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു നാരങ്ങ വെള്ളം കുടിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് യൂഷ്വലി രാത്രി ഞാൻ അങ്ങനെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാറില്ല, പക്ഷേ എനിക്കെന്ത് ഓറഞ്ച് കണ്ടപ്പോൾ കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ജിജോട്ടിന് ഒരു ഓറഞ്ച് ഒക്കെ കൊണ്ട് തന്നു. പിന്നെ ഡിന്നറിന് ഞാൻ കഴിച്ചത് റാഗി പാൽക്കഞ്ഞിയാണ് കേട്ടോ. ഇത് എൻ്റെ മോളുടെയും ഫേവറേറ്റ് ആണ്. ഇതുപോലെ നല്ല ഫുഡ് ദിവസം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് അത്ര ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. എനിക്ക് വേറൊരാൾ ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആർക്കെങ്കിലും ഇങ്ങനത്തെ വിയേർഡ് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ.